ആധുനിക ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഭീഷണികളിലൊന്ന് അതിർത്തികൾ ഭേദിച്ചെത്തുന്ന അതിശക്തരായ ജീവിവർഗങ്ങളുടെ അധിനിവേശമാണ്. യുദ്ധക്കപ്പലുകളോ അത്യാധുനിക മിസൈലുകളോ ഇല്ലാതെ തികച്ചും നിശബ്ദമായി ഒരു രാജ്യം കീഴടക്കാൻ പ്രകൃതിയിലെ ചില കുഞ്ഞൻ ജീവികൾക്ക് സാധിക്കുമെന്ന് തെളിയിക്കുകയാണ് ഇപ്പോഴത്തെ ചില വാർത്തകൾ. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തിയായ അമേരിക്ക ഇപ്പോൾ അത്തരമൊരു നിശബ്ദവും എന്നാൽ മാരകവുമായ അധിനിവേശത്തിന്റെ പിടിയിലാണ്. ചൈനയിൽ നിന്നും മറ്റ് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും അബദ്ധത്തിൽ കപ്പൽ കയറി അമേരിക്കയിലെത്തിയ ഏഷ്യൻ സൂചിയുറുമ്പ് അഥവാ ഏഷ്യൻ നീഡിൽ ആൻഡ് എന്ന കുഞ്ഞൻ പ്രാണിയാണ് ഇന്നവിടുത്തെ ആരോഗ്യ പരിസ്ഥിതി മേഖലകളുടെ ഉറക്കം കെടുത്തുന്നത്. അമേരിക്കയിലെ 20ഓളം സംസ്ഥാനങ്ങളിൽ ഈ ഉറുമ്പുകൾ അതിവേഗം പടർന്നു പിടിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് അത്തരത്തിൽ ഒരു സാഹചര്യമാണ് അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ്. നമ്മൾ സാധാരണ കാണുന്ന ഉറുമ്പുകളെ പോലെ നിസ്സാരക്കാരല്ല ഇവർ എന്നത് തന്നെയാണ് ഈ പ്രതിസന്ധിയുടെ ആഴം കൂട്ടുന്നത്. ഭൂമിശാസ്ത്രപരമായ അതിരുകൾ മനുഷ്യർക്ക് മാത്രമാണെന്നും പ്രകൃതിയുടെ നിയമങ്ങൾ മറ്റൊന്നാണെന്നും ഈ ജൈവ അധിനിവേശം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒറ്റനോട്ടത്തിൽ നിരുപദ്രവകാരികളാണെന്ന് തോന്നിപ്പിക്കുന്ന ഈ കറുത്ത കുഞ്ഞൻ ഉറുമ്പുകൾ അമേരിക്കയുടെ തദ്ദേശീയമായ ആവാസ വ്യവസ്ഥയെയും ജനജീവിതത്തെയും ഒരുപോലെ തകിടം മറിച്ചുകൊണ്ടിരിക്കുകയാണ്. വനമേഖലകളിൽ നിന്ന് തുടങ്ങി നഗരങ്ങളിലെ പാർക്കുകളിലേക്കും ജനവാസ കേന്ദ്രങ്ങളിലേക്കും ഇവ ഇതിനോടകം തന്നെ തങ്ങളുടെ സാമ്രാജ്യം വ്യാപിപ്പിച്ചു കഴിഞ്ഞു. കടിയേറ്റാൽ മനുഷ്യന്റെ ചർമ്മം തുളച്ചു കയറുന്ന മാരകമായ വിഷമുള്ള സൂചി മുനകളാണ് ഈ ഉറുമ്പുകളുടെ പ്രധാന ആയുധം. ഇത് കേവലം ഒരു പ്രാദേശിക കീടബാധയല്ല, മറിച്ച് ആഗോളവൽക്കരണവും കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതിയിൽ വരുത്തുന്ന വൻ മാറ്റങ്ങളുടെ പ്രതിഫലനമാണ്. ഏഷ്യൻ സൂചി ഉറുമ്പുകൾ അമേരിക്കയിൽ ഇന്നോ ഇന്നലെയോ എത്തിയതല്ല എന്നുള്ളതാണ് പരിസ്ഥിതി ശാസ്ത്രജ്ഞരെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത്. ശാസ്ത്രീയമായി ബ്രാച്ചിപ്പൊനേറ ചിനൻസിസ് എന്നറിയപ്പെടുന്ന ഈ ഉറുമ്പുകളെ ഏകദേശം 90 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1930കളിലാണ് അമേരിക്കൻ മണ്ണിൽ ആദ്യമായി കണ്ടെത്തുന്നത്. കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായി അമേരിക്ക നടത്തിയ വ്യാപാര ഇടപാടുകൾക്കിടയിൽ ചരക്ക് കപ്പലുകളിലെ മരത്തടികളിലോ ചെടികളിലോ ഒളിച്ചിരുന്നാകാം ഇവ പുതിയ ഭൂഖണ്ഡത്തിൽ എത്തിയത് എന്നാണ് കരുതപ്പെടുന്നത്. ആദ്യത്തെ ഏതാനും പതിറ്റാണ്ടുകളിൽ ഇവ വളരെ ചെറിയൊരു പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി നിൽക്കുകയായിരുന്നു. പുതിയ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടാനും അവിടുത്തെ കാലാവസ്ഥയെ അതിജീവിക്കാനും ഈ ജീവിവർഗത്തിന് കുറച്ചധികം സമയം ആവശ്യമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകൾക്കിടയിലാണ് ഇവയുടെ എണ്ണത്തിൽ വിസ്മയകരവും എന്നാൽ ഭയപ്പെടുത്തുന്നതുമായ വൻ വർധനവുണ്ടായത്. അമേരിക്കയുടെ മാറിയ കാലാവസ്ഥയും നഗരവൽക്കരണവും ഈ ഉറുമ്പുകൾക്ക് വളരാൻ അനുയോജ്യമായ സാഹചര്യം ഒരുക്കിക്കൊടുത്തു. സാധാരണയായി ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ജീവികൾക്ക് തണുപ്പുള്ള രാജ്യങ്ങളിൽ അതിജീവനം പ്രയാസകരമാണ്. എന്നാൽ ഏഷ്യൻ സൂചി ഉറുമ്പുകൾ അമേരിക്കയിലെ കഠിനമായ ശൈത്യകാലത്തെ പോലും അതിജീവിക്കാൻ തക്കവണ്ണം തങ്ങളുടെ ശരീരഘടനയിലും ജീവിത രീതിയിലും മാറ്റങ്ങൾ വരുത്തിക്കഴിഞ്ഞു. മണ്ണടിഞ്ഞ വനപ്രദേശങ്ങളിൽ നിന്നും മെല്ലെ മനുഷ്യർ താമസിക്കുന്ന വീടുകളുടെ പരിസരങ്ങളിലേക്കും അതുപോലെ പൂന്തോട്ടങ്ങളിലേക്കും ഇവ ചേക്കേറി. ഒരു നിശബ്ദ അധിനിവേശത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും കാണിച്ചുകൊണ്ട് അധികമാരുടെയും ശ്രദ്ധയിൽപ്പെടാതെയാണ് ഇവ ഇന്ന് അമേരിക്കയിലെ 20ഓളം സംസ്ഥാനങ്ങളിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ വീടുകളിൽ കാണുന്ന സാധാരണ ഉറുമ്പുകൾ കടിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു ചൊറിച്ചിലോ വേദനയോ മാത്രമായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുക. എന്നാൽ ഏഷ്യൻ സൂചി ഉറുമ്പുകളുടെ ആക്രമണം തികച്ചും വ്യത്യസ്തവും മാരകവുമാണ്. ഇവ മനുഷ്യനെ കടിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവയുടെ ശരീരത്തിന്റെ പിൻഭാഗത്തുള്ള ഇഞ്ചക്ഷൻ സൂചിക്ക് സമാനമായ കൊടുക്കുകൾ ഉപയോഗിച്ച് ചർമ്മത്തിൽ തുളച്ചു കയറി വിഷം കുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവയ്ക്ക് സൂചി ഉറുമ്പുകൾ എന്ന പേര് വന്നത് തന്നെ. ഈ ഉറുമ്പുകളുടെ വിഷത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനുകൾ മനുഷ്യ ശരീരത്തിൽ കടുത്ത അലർജി പ്രതിപ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നു. ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ ഉറുമ്പിന്റെ കുത്തേറ്റാൽ ഉണ്ടാകുന്ന വേദന തേനീച്ചയോ വണ്ടോ കുത്തുന്നതിന് തുല്യമാണ്. കടിയേറ്റ ഭാഗം ചുമന്ന് തുടിക്കുകയും കടുത്ത വേദനയും പുകച്ചിലും മണിക്കൂറുകളോളം നിലനിൽക്കുകയും ചെയ്യും. സാധാരണക്കാരായ ആളുകളിൽ ഇത് ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കുമ്പോൾ അലർജി പ്രശ്നങ്ങളുള്ള വ്യക്തികളിൽ ഇത് അനാഫിലാക്സിസ് എന്ന മാരകമായ അവസ്ഥയിലേക്ക് നയിച്ചേക്കാം. രക്തസമ്മർദ്ദം പെട്ടെന്ന് താഴുക, ശ്വാസതടസ്സം അനുഭവപ്പെടുക, ബോധക്ഷയം ഉണ്ടാകുക തുടങ്ങിയവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. കൃത്യസമയത്ത് വൈദ്യസഹായം ലഭിച്ചില്ലെങ്കിൽ ഇത് ജീവന് തന്നെ ഭീഷണിയായേക്കാം. അമേരിക്കയിലെ പല സംസ്ഥാനങ്ങളിലും പാർക്കുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും പൂന്തോട്ട പരിപാലനത്തിൽ ഏർപ്പെടുന്ന മുതിർന്നവർക്കും ഈ ഉറുമ്പിന്റെ കുത്തേറ്റതിനെ തുടർന്ന് അടിയന്തര ചികിത്സ നൽകേണ്ടി വന്നിട്ടുണ്ട്. വീടുകളുടെ ഉള്ളിലേക്ക് പോലും ഇവ കൂട്ടമായി കയറിക്കൂടുന്നത് ജനങ്ങളിൽ വലിയ തോതിലുള്ള ഭീതിയാണ് ജനിപ്പിക്കുന്നത്. മനുഷ്യന്റെ ആരോഗ്യത്തിന് ഭീഷണിയാകുന്നു എന്നതിലുപരി അമേരിക്കയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഈ ഉറുമ്പുകൾ വരുത്തിവെക്കുന്ന നാശനഷ്ടങ്ങൾ വളരെ വലുതാണ്. ഏതൊരു പരിസ്ഥിതിയിലും ജീവജാലങ്ങൾ തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഏഷ്യൻ സൂചി ഉറുമ്പുകളുടെ വരവ് ഈ സന്തുലിതാവസ്ഥയെ പൂർണ്ണമായി തകിടം മറിച്ചിരിക്കുകയാണ്. അമേരിക്കയിലെ കാടുകളിലും മണ്ണിലും ജീവിച്ചിരിക്കുന്ന തദ്ദേശീയരായ ഉറുമ്പ് വർഗ്ഗങ്ങളെ ക്രൂരമായി തുരത്തിക്കൊണ്ടാണ് ഇവ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുന്നത്. പ്രത്യേകിച്ച് അമേരിക്കൻ മണ്ണിലെ പരിസ്ഥിതി സംരക്ഷണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന അർജന്റീനിയൻ ഉറുമ്പുകളെയും മറ്റ്
പ്രാദേശിക ഇനങ്ങളെയും ഇവ കൊന്നൊടുക്കുകയോ അവിടെ നിന്ന് ഓടിക്കുകയോ ചെയ്യുന്നു. ഈ തദ്ദേശീയരായ ഉറുമ്പുകൾ വെറുമൊരു കീടങ്ങളല്ല, മറിച്ച് വനങ്ങളിലെ സസ്യങ്ങളുടെ വിത്ത് വിതരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നവയാണ്. പല അപൂർവയിനം കാട്ടുചെടികളുടെയും വിത്തുകൾ മണ്ണിൽ കുഴിച്ചിടുന്നതും അവയുടെ മുളയ്ക്കലിനെ സഹായിക്കുന്നതും ഈ പ്രാദേശിക ഉറുമ്പുകളായിരുന്നു. എന്നാൽ ഏഷ്യൻ സൂചി ഉറുമ്പുകൾ ഈ വിത്തുകൾ ഭക്ഷിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നു. ഇത് വനങ്ങളിലെ ജൈവ വൈവിധ്യത്തെ സാരമായി ബാധിക്കുകയും പല സസ്യവർഗ്ഗങ്ങളുടെയും വംശനാശത്തിന് കാരണമാവുകയും ചെയ്യും. കൂടാതെ മണ്ണിലെ മറ്റ് ചെറുപ്രാണികളെയും പുഴുക്കളെയും ഇവ വൻതോതിൽ വേട്ടയാടുന്നു. ഇത് വനത്തിലെ ഭക്ഷണ ശൃംഖലയെ ബാധിക്കുകയും ഉറുമ്പുകളെ ആഹാരമാക്കുന്ന പക്ഷികൾ, മറ്റുരകങ്ങൾ എന്നിവയുടെ നിലനിൽപ്പിനെ തുടർന്ന് വലിയൊരു പരിസ്ഥിതി നാശത്തിലേക്ക് വഴിതുറക്കുകയും ചെയ്യുന്നു. പ്രകൃതിയിലെ ഒരു കണ്ണിക്ക് മാറ്റം വരുമ്പോൾ അതാകെ വ്യവസ്ഥയെയും എങ്ങനെ ബാധിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. ഈ അധിനിവേശത്തെ തടഞ്ഞു നിർത്തുക എന്നത് അമേരിക്കൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞർക്കും ആരോഗ്യ വകുപ്പിനും വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സാധാരണ കീടനാശിനികൾ ഉപയോഗിച്ച് ഈ ഉറുമ്പുകളെ നശിപ്പിക്കുക എളുപ്പമല്ല. കാരണം ഇവ മണ്ണിനടിയിലും മരപ്പൊത്തുകളിലും വളരെ ആഴത്തിലാണ് തങ്ങളുടെ കോളനികൾ നിർമ്മിക്കുന്നത്. ഒരു കോളനിയിൽ തന്നെ ആയിരക്കണക്കിന് ഉറുമ്പുകളും ഒന്നിലധികം രാജ്ഞി ഉറുമ്പുകളും ഉണ്ടാകും. ഉപരിതലത്തിൽ തളിക്കുന്ന കീടനാശിനികൾ അവയുടെ വംശത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ പ്രാപ്തമല്ല. മാത്രമല്ല, ശക്തമായ രാസവസ്തുക്കൾ വലിയ തോതിൽ ഉപയോഗിക്കുന്നത് മണ്ണിലെ മറ്റ് ഗുണകരമായ ജീവികളെ കൂടി നശിപ്പിക്കുമെന്നതിനാൽ ശാസ്ത്രജ്ഞർ വളരെ മുൻകരുതലുകളോടെയാണ് ഇപ്പോൾ നീങ്ങുന്നത്. കേരളത്തിൽ മുൻപ് പടർന്നു പിടിച്ച ആഫ്രിക്കൻ വഴുതന അല്ലെങ്കിൽ അക്വേഷ്യ മരങ്ങൾ, ജലാശയങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന ആഫ്രിക്കൻ പായലുകൾ എന്നിവയുമായി ഈ പ്രതിഭാസത്തെ നമുക്ക് താരതമ്യം ചെയ്യാവുന്നതാണ്. ഒരു പ്രദേശത്തെ ജീവിവർഗം മറ്റൊരു നാട്ടിലെത്തുമ്പോൾ അവിടെ അവയെ വേട്ടയാടാൻ സ്വാഭാവിക ശത്രുക്കൾ ഉണ്ടാകാറില്ല. ഇതാണ് അവയുടെ എണ്ണം നിയന്ത്രണമില്ലാതെ വർദ്ധിക്കാൻ കാരണം. ചൈനയിൽ ഈ ഉറുമ്പുകളുടെ എണ്ണം നിയന്ത്രിക്കാൻ അവിടെയുള്ള മറ്റ് ജീവികൾക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ അമേരിക്കയിൽ ഇതിന് സ്വാഭാവിക പ്രതിരോധ സംവിധാനങ്ങളില്ല. അതുകൊണ്ട് തന്നെ ജൈവികമായ നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ഗവേഷണങ്ങൾ നടക്കുന്നത്. ഏഷ്യൻ സൂചി ഉറുമ്പുകളുടെ ഈ അധിനിവേശം മനുഷ്യരാശിക്ക് നൽകുന്ന വലിയൊരു മുന്നറിയിപ്പുണ്ട്. പ്രകൃതിയുടെ സ്വാഭാവികമായ അതിരുകളെ ലംഘിച്ചുകൊണ്ട് മനുഷ്യർ നടത്തുന്ന അനിയന്ത്രിതമായ ഇടപെടലുകളുടെയും ആഗോള വ്യാപാരത്തിന്റെയും പാർശ്വഫലമാണിത്. വികസനത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും പേരിൽ നമ്മൾ ലോകത്തെ ഒരു ചെറിയ ഗ്രാമമാക്കി മാറ്റിയപ്പോൾ അതോടൊപ്പം ഇത്തരം മാരക ജീവികളുടെ വ്യാപനത്തിനും നമ്മൾ വഴിയൊരുക്കി. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഭൂമിയുടെ താപനില ഉയരുന്നതും ഇത്തരം ജീവികൾക്ക് പുതിയ പുതിയ പ്രദേശങ്ങൾ കീഴടക്കാൻ സഹായകരമാകുന്നു. ഇന്ന് അമേരിക്ക നേരിടുന്ന ഈ പ്രതിസന്ധി നാളെ മറ്റ് രാജ്യങ്ങളിലേക്കും പടരാൻ അധിക സമയം വേണ്ടിവരില്ല. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള വ്യാപാര ചരക്ക് നീക്കങ്ങളിൽ കർശനമായ ജൈവ സുരക്ഷാ പരിശോധനകൾ ഉറപ്പാക്കേണ്ടതുണ്ട്. ഒരു ചെറിയ ഉറുമ്പ് വിചാരിച്ചാൽ ഒരു രാജ്യത്തിന്റെ ആവാസ വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കാൻ കഴിയുമെന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. പ്രകൃതിയെയും അതിലെ ജീവജാലങ്ങളെയും അവയുടെ സ്വാഭാവിക അന്തരീക്ഷത്തിൽ ജീവിക്കാൻ അനുവദിക്കുക എന്നത് മാത്രമാണ് ഭാവിയിൽ ഇത്തരം ജൈവ അധിനിവേശങ്ങളിൽ നിന്നും മനുഷ്യരാശിയെ രക്ഷിക്കാനുള്ള ഏക മാർഗം. നമ്മൾ വരുത്തിവെക്കുന്ന പാരിസ്ഥിതിക പിഴവുകൾക്ക് പ്രകൃതി നൽകുന്ന തിരിച്ചടികൾ ചെറുതായിരിക്കില്ല എന്ന തിരിച്ചറിവോടെ വേണം ഇനി നമ്മൾ മുന്നോട്ട് പോകുവാൻ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.